Hello, dear friends. I'm your English companion. Today, we are going to discuss the extended activities, that is, activity 3 and 4 of the chapter Avalanche of Equivalency plus 2 English. So, let's check what activity 3 is. Activity 3 എന്താണെന്ന് നോക്കി നോക്കാം. ഒരു essay writing ആണല്ലേ. Each and every journey acquaints us with the environment and provides opportunity to develop self-confidence, self-awareness, and teamwork. Write an essay on the behavioral changes a journey can bring to our life, taking hints from the avalanches. ഇപ്പോൾ എന്താണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഓരോ യാത്രകളും നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നാണ്. അക്വൈൻസ് അസ് വിത്ത് ദ എൻവയോൺമെൻറ്റ് ആൻഡ് പ്രൊവൈഡ്സ് അസ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട് ഓരോ യാത്രകളും. ടു ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ്, നമുക്ക് കോൺഫിഡൻസ് നൽകാൻ. അതുപോലെ തന്നെ സെൽഫ് അവെയർനെസ്, ഒരു ആത്മബോധം വളർത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ടീം വർക്ക്, ഒരു ടീമായിട്ടാണ് യാത്ര പോകുന്നതെങ്കിൽ ഒരു ടീമിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു ടീം വർക്ക് തന്നെയല്ലേ, അപ്പോഴല്ലേ ഒരു രസകരമായിട്ടുള്ള അവസ്ഥയിലെത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. റൈറ്റ് ആൻ എസ്സേ ഓൺ ദ ബിഹേവിയറൽ ചേഞ്ചസ്. അപ്പോൾ നമ്മുടെ പർപ്പസ് ഇതാണ്, ഒരു എസ്സേ എഴുതണം. എന്തൊക്കെയാണ് സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ? ബിഹേവിയറൽ ചേഞ്ചസ് എ ജേണി ക്യാൻ ബ്രിങ് ടു അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു യാത്ര ഉണ്ടാക്കുന്നത്? ആവലാഞ്ച് എന്ന് പറയുന്ന പാഠത്തു നിന്നുള്ള സൂചനകൾ ഉപയോഗിച്ച് ഒരു എസ്സേ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ജനറൽ എസ്സേ പോലെ നമുക്ക് എഴുതാവുന്നതാണ് അല്ലേ. ഓക്കെ, ഹിയർ യു ഹാവ് ആൻ എക്സാമ്പിൾ. ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എസ്സേ തുടങ്ങിയിട്ടുള്ളത്. ബിഹേവിയറൽ ചേഞ്ച് ഈസ് എ ഷിഫ്റ്റ് ഫ്രം വൺ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ടു അനദർ. നമ്മുടെ സ്വഭാവത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റമാണ്. ഡ്യൂറിങ് എ ട്രാവൽ അവർ ഇമോഷൻസ്, തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ആക്ഷൻസ്, എവറിത്തിങ് ഈസ് ബീയിങ് ആൾട്ടേർഡ്. ഒരു യാത്രാവേളയിൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഫീലിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ എല്ലാം മാറ്റപ്പെടുകയാണ് അല്ലേ. ചെറുതായിട്ടൊന്ന് മാറും. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം യാത്രാവേളയിൽ സംഭവിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ട്രാവൽ മേറ്റ്സ്. ട്രാവൽ മേറ്റ് എന്ന് പറയുമ്പോൾ ട്രാവലിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൂടെയുള്ള ടീം അല്ലേ. ഹു ഇൻഫ്ലുവൻസ് വൺ ഗ്രേറ്റ്ലി ഇൻ എ ജേണി. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. എ ട്രാവൽ റിവീൽസ് ദ ട്രൂ കളേഴ്സ് ഓഫ് എ പേഴ്സൺ. ഒരാളുടെ തനിനിറം പുറത്തു വരുന്നത് യാത്രാവേളയിലാണ്. വൺസ് യു ട്രാവൽ ഈസ് ദ ഗേറ്റ് വേ ടു എ നെക്സ്റ്റ് ട്രിപ്പ്. ഒരിക്കൽ നിങ്ങൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അത് വഴി തുറക്കും. എങ്ങോട്ട്? അടുത്ത ട്രിപ്പ് പോകാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ സജ്ജമാക്കും. അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തവർക്ക് പിന്നെയും യാത്ര ചെയ്യാതിരിക്കാൻ കഴിയില്ല. എ ജേർണി ഹെൽപ്സ് വൺ ടു ഫ്രീ ഹിംസെൽഫ് ഫ്രം ഓൾ സോർട്സ് ഓഫ് ബേർഡൻസ് അറ്റ്ലീസ്റ്റ് ഫോർ സം ഡേയ്സ്. ഒരു യാത്ര നമ്മളെ സഹായിക്കും അല്ലേ, കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മളെ സഹായിക്കും. എന്തിന്? ടു ഫ്രീ ഹിംസെൽഫ്, അയാളെ ഒന്ന് മോചിതനാക്കാൻ. ഫ്രം ഓൾ സോർട്സ് ഓഫ് ബേർഡൻസ്, എല്ലാ തരത്തിലുള്ള പ്രാരാബ്ധത്തിൽ നിന്നും തൽക്കാലം ഒരു വിട നൽകാൻ, തൽക്കാലം മനസ്സിനൊരു ആശ്വാസം നൽകാൻ യാത്ര സഹായകമാകും. ഇറ്റ് പ്രൊവൈഡ്സ് ഹിം എ ന്യൂ ലൈഫ്. തീർച്ചയായിട്ടും അതൊരു പുതിയ ജീവിതം തന്നെയാണ് സമ്മാനിക്കുക. ആഫ്റ്റർ ട്രാവലിംഗ് പീപ്പിൾ ബിക്കം ഹാപ്പിയർ അബൌട്ട് ദെയർ വർക്ക്. നമ്മളങ്ങനെ തന്നെയല്ലേ, ജീവിതത്തിലുള്ള എല്ലാ പ്രാരാബ്ദവും വലിച്ചേന്തി നടക്കുന്ന സമയത്ത്, നമ്മുടെ മുഷിപ്പുളവാക്കുന്ന ജോലി അതങ്ങനെ സ്ഥിരം ചെയ്യുന്ന സമയത്ത് ഒരു ചേഞ്ച്, ആ ഒരു യാത്ര, ആ ഒരു ബ്രേക്ക് എടുക്കുന്നത്, അതെന്താവും? ആഫ്റ്റർ ട്രാവലിംഗ് പീപ്പിൾ ബിക്കം ഹാപ്പിയർ അബൌട്ട് ദെയർ വർക്ക്. ഇപ്പോൾ ഒരു ജോലിക്കിടയിൽ ഒരു യാത്ര പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ആ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ചെറിയൊരു ഉന്മേഷം കിട്ടും അല്ലേ. ദേ ഗെറ്റ് റിജുവിനേറ്റഡ്, നവപ്പിറവി ഉണ്ടാവുകയാണ്, ഒന്നുകൂടി ഒരു യുവാവായ പ്രതീതി. ആൻ ഓൾഡ് മാൻ ടേൺസ് യങ് ആൻഡ് യങ് യങ്ങർ. ഒരു വയസ്സായ ആൾ എന്തായിട്ട് മാറും? യാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു യുവാവിൻ്റെ പോലെയാവും. യങ് ആണെങ്കിലോ, ചെറുപ്പക്കാരനാണെങ്കിൽ ഒന്നുകൂടി ചെറുപ്പക്കാരനായിട്ട് മാറും. ദ ഗ്രൂപ്പ് ബിക്കംസ് മോർ കോപ്പറേറ്റീവ് ആൻഡ് ദെയർ ബോണ്ട് ഗെറ്റ്സ് സ്ട്രോങ്ങർ. ആ യാത്രയുടെ ഗ്രൂപ്പ്, ദ ടീം അല്ലേ, യാത്രാവേളയിൽ കൂടെയുള്ള ആളുകൾ അവരെന്താവും? ദേ ബിക്കം മോർ കോപ്പറേറ്റീവ്, പരസ്പര സഹകരണം മെച്ചപ്പെടും. ആൻഡ് ദെയർ ബോണ്ട്, അവരുടെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ ട്രാവലോഗായിട്ടുള്ള, അതായത് മോറിസ് ഹെർസോഗിൻ്റെ ആ ഒരു യാത്രാ വിവരണത്തിൽ നമ്മൾ കണ്ടതാണ്. ഹി ഷെയർസ് ഹൗ ഹി ഫോർഗെറ്റ്സ് ഹിസ് ഏജ് വൈൽ ക്ലൈംബിങ് അന്നപൂർണ. അന്നപൂർണ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത്, കയറിപ്പോകുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ പ്രായം മറന്നിരിക്കുന്നു അല്ലേ. ആൻഡ് ഹൗ ഹി വാസ് ലിറ്ററലി ക്യാരീഡ് ബൈ ഹിസ് ഫ്രണ്ട്സ്. അദ്ദേഹം ആകെ പ്രശ്നത്തിലാകുന്ന സമയത്ത് അദ്ദേഹത്തെ
ക്യാരി ചെയ്തുകൊണ്ടാണ് തൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുപോയത് അല്ലേ. വീണു പോകാവുന്ന സമയങ്ങളിലും തന്നെ ഏറ്റിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ ആളുകളുണ്ടായിരുന്നു. ഹെർസോഗിനെ മാത്രമല്ല, കൂടെയുള്ള ഫ്രണ്ട്സിനെ മുഴുവൻ സഹായിച്ചത് അവരുടേത് തന്നെയായിട്ടുള്ള ഫ്രണ്ട്സാണ്. ഒന്നുമില്ലാത്ത ഷെർപ്പാസും ഉണ്ടായിരുന്നു അവിടെ അല്ലേ. സോ ഇൻ എ ട്രിപ്പ് വി വിൽ ബി അക്വൈൻറ്റഡ് വിത്ത് സ്ട്രേഞ്ചേഴ്സ്. അപരിചിതരുമായിട്ട് പോലും നമുക്ക് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം പലപ്പോഴും പുറത്തു പോകുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ അവിടുത്തെ ആളുകളാണ് ഉണ്ടാവുക അല്ലേ. അവരുടെ ഭക്ഷണം, അവരുടെ ജീവിത രീതികളൊക്കെയാണ് ഉണ്ടാവുക. അതുപോലെ വിതൗട്ട് ദം ആൻ എക്സ്പെഡിഷൻ വുഡ് ഹാവ് ബീൻ എ ബിഗ് ട്രാജഡി. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഒരു ഗുഡ് കമ്പനി ഇല്ലായിരുന്നെങ്കിൽ ആ ഹെർസോഗിൻ്റെ എക്സ്പെഡിഷൻ, ആ ഒരു യാത്ര വലിയൊരു ട്രാജഡിയായി മാറിയേനെ. അയാൾ ജീവനോടെ തിരിച്ചെത്തിയത് തന്നെ ഈ ഫ്രണ്ട്സൊക്കെ കാരണമാണ്. യു ബിക്കം മോർ പാഷനേറ്റ് ആൻഡ് ക്യൂരിയസ് ടു എക്സ്പ്ലോർ ന്യൂ. നിങ്ങൾ കൂടുതൽ പാഷനേറ്റ് ആവും. എന്താണ് പാഷൻ എന്ന് പറഞ്ഞാൽ? ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നേ ഉള്ളൂ. പാഷൻ, ചിലർക്ക് ഡ്രൈവിംഗ് ആയിരിക്കും പാഷൻ അല്ലേ, ചിലർക്ക് മ്യൂസിക് ആയിരിക്കും പാഷൻ. തൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ അഭിരുചി എന്ന് പറയില്ലേ, അതില്ലെങ്കിൽ താനില്ല. അത്രയും വലിയ ഒരു അഭിലാഷം. ഇപ്പോൾ ജീവിതത്തിനോടുള്ള ഒരു അഭിലാഷം കൂടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റി, ജിജ്ഞാസ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും, പുതിയ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ, അതിനൊക്കെ യാത്ര സഹായിക്കും. ആൻ ആർട്ടിസ്റ്റ് ടേൺസ് മോർ ക്രിയേറ്റീവ്. പോകുന്നതൊരു കലാകാരനാണെങ്കിലോ ഒരു കവിയാണെങ്കിലോ കവിത എഴുതാനുള്ള ഒരു ഇൻസ്പിറേഷൻ ചുറ്റുപാടിൽ നിന്ന് കിട്ടും. കഥാകാരനാണെങ്കിൽ കഥയ്ക്ക് വേണ്ട തീംസ് എല്ലാം ഒരുപാട് പുറത്തുനിന്ന് കിട്ടും. ആൻ അഡ്വഞ്ചറിസ്റ്റ് സ്പെയർസ് നോ മൊമെൻറ്റ് ടു ഇംപാക്ട് ദ സ്പിരിറ്റ് ഓഫ് ന്യൂ അഡ്വഞ്ചേഴ്സ്. നേരെ മറിച്ചൊരു അഡ്വഞ്ചറിസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെർസോഗിനെ പോലെയുള്ള ഒരാളാണ്, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന, സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകളാണ് പോകുന്നതെങ്കിൽ ദേ സ്പെയർ നോ മൊമെൻറ്റ്, ഒരു നിമിഷം പോലും അവർ വെറുതെ കളയില്ല. എന്തിന്? ടു ഇംബൈബ് ദ സ്പിരിറ്റ് ഓഫ് ന്യൂ അഡ്വഞ്ചേഴ്സ്. പുതിയ സാഹസികതകളുടെ സ്പിരിറ്റ്, ആ ഒരു ആവേശം ഇംബൈബ് ചെയ്യാൻ സ്വാംശീകരിക്കുക അല്ലെങ്കിൽ വലിച്ചെടുക്കുക എന്നൊക്കെയാണ് അല്ലേ. ഒരു കാവ്യാത്മകമായിട്ടുള്ള ലൈനാണ്. ഒരു അഡ്വഞ്ചറിസ്റ്റ് ഒരിക്കലും തനിക്ക് സാഹസികത ചെയ്യാൻ സാധിക്കുന്ന ഒരവസരവും പാഴാക്കുകയില്ല. എക്സ്പ്ലോറിംഗ് ദ ന്യൂ പോസിബിലിറ്റീസ്, പുതിയ സാധ്യതകളെ തേടിക്കൊണ്ട്. എക്സ്പ്ലോറിംഗ് ദ ന്യൂ പോസിബിലിറ്റീസ് മേ ബ്രിങ് അസ് ന്യൂ പാഷൻസ്, റിലേഷൻഷിപ്സ് ആൻഡ് ഹോബീസ്. ഇപ്പോൾ പുതിയ സാധ്യതകളെ തേടിയുള്ള ആ ഒരു യാത്ര, അത് നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്താണ്? ഇറ്റ് മേ ബ്രിങ് അസ്, അത് നമുക്ക് കൊണ്ടുവന്നു തരുന്നു, ടു ന്യൂ പാഷൻസ്, നമുക്ക് പുതിയ പാഷൻസ്, പുതിയ അഭിരുചികൾ നമ്മളെ തേടി വരുന്നു. പുതിയ റിലേഷൻഷിപ്സ്, പുറത്തു പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുമായിട്ട് നമ്മൾ ഒരു ബന്ധം സ്ഥാപിക്കും അല്ലേ. അറിയാതെ തന്നെ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ എന്താവും, ഇക്കാലത്ത് പ്രത്യേകിച്ചും അവരോടുള്ള ഒരു അടുപ്പം സൂക്ഷിക്കാൻ നമുക്ക് സാഹചര്യമുണ്ടാകും. അതുപോലെ തന്നെ പുതിയ പുതിയ ഹോബീസ് നമ്മൾ പരിചയപ്പെടുന്നു. ന്യൂ എക്സ്പീരിയൻസസ്, ന്യൂ ലേണിംഗ്, ന്യൂ വേസ് ഓഫ് ലൈഫ്, ന്യൂ ടേസ്റ്റ്, ന്യൂ പീപ്പിൾ ആൻഡ് ദെയർ ലൈഫ് സ്റ്റൈൽ. എവറിഥിങ് മേക്സ് യു എ ന്യൂ മാൻ. പുതിയ അനുഭവങ്ങൾ, പുതിയ എക്സ്പീരിയൻസ് അല്ലേ, പുതിയ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ന്യൂ ലേണിംഗ്, പുതിയ പാഠങ്ങൾ, പുതിയ ജീവിത രീതികൾ, പുതിയ രുചികൾ, പുതിയ ആളുകൾ, അവരുടെ ജീവിത രീതികൾ എല്ലാം നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കുന്നു. യു വിൽ സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ഓർഡിനറി ലൈഫ് ഇൻ ആൻ എക്സ്ട്രാ ഓർഡിനറി മാനർ. ഇതുവരെയുള്ള നമ്മുടെ സാധാരണ ജീവിതത്തെ പോലും അസാധാരണമായ രീതിയിൽ നോക്കിക്കാണാനുള്ള ഒരവസരം ഒരുക്കുകയാണ് ഓരോ യാത്രയും ചെയ്യുന്നത്. സ്മോൾ പ്രോബ്ലംസ് വിൽ നോട്ട് ബി എ പ്രോബ്ലം അറ്റ് ഓൾ ഫോർ യു. പിന്നീട് അങ്ങോട്ട് ഇൻ അവർ ഡെയിലി ലൈഫ്, ഇൻ അവർ റിയൽ ലൈഫ്, സം സില്ലി പ്രോബ്ലംസ് മെ നോട്ട് ബി എ പ്രോബ്ലം അറ്റ് ഓൾ ഇൻ ഫ്യൂച്ചർ. നമ്മുടെ ജീവിതത്തിലുള്ള സാധാരണ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും പിന്നീട് ഒരു പ്രശ്നമേ അല്ലാണ്ടായി മാറും. കാരണം യാത്രകൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ. ചെറിയ പ്രശ്നങ്ങൾ, നമ്മൾ പോകുന്ന സമയത്ത് പല അഡ്ജസ്റ്റ്മെൻറ്റും നടത്തിയിട്ടാണ് പോവുക. മര്യാദയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാവില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കിടന്ന് തുള്ളി കളിക്കും. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടായിത്തീരും. അതുപോലെ തന്നെ ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു മനസ്സുണ്ടാവും. സ്മോൾ പ്രോബ്ലംസ് വിൽ നോട്ട് ബി എ പ്രോബ്ലം അറ്റ് ഓൾ ഫോർ യു. യു വിൽ ലേൺ ടു അഡ്ജസ്റ്റ് ആൻഡ് ക്യാൻ അഡാപ്റ്റ് ടു എനി സിറ്റുവേഷൻസ്. ഏതൊരു സിറ്റുവേഷനോടും അഡാപ്റ്റ് ചെയ്ത് പോകാൻ, ഏതൊരു സാഹചര്യത്തോടും ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് അവൻ പ്രാപ്തനാകും, അവൻ പഠിക്കും. എ ജേർണി ഗീവ്സ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ടു കണക്റ്റിംഗ് വിത്ത് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നമുക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് കണക്റ്റിംഗ് വിത്ത് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നിങ്ങളോട് തന്നെയും അതുപോലെ തന്നെ മറ്റുള്ളവരോടും കണക്റ്റ് ചെയ്യുന്ന ഒരു യാത്ര പോകുന്ന സമയത്ത് ഫ്രീയിങ് യുവർ മൈൻഡ് ടു ആൻ ഓപ്പൺ വേൾഡ് ഓഫ് ഹാപ്പിനെസ്. സന്തോഷത്തിൻ്റെതായ തുറന്ന ഒരു ലോകത്തേക്ക്
നിങ്ങളുടെ മനസ്സിനെ കെട്ടഴിച്ചു വിടുകയാണ്. യു ആർ ബ്രേക്കിംഗ് ദ ലിമിറ്റ്സ്. നിങ്ങൾ എല്ലാ ലിമിറ്റ്സിനെയും, എല്ലാ തരത്തിലുള്ള അതിർവരമ്പുകളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫ്രീയിങ് യുവർ മൈൻഡ് ടു ആൻ ഓപ്പൺ വേൾഡ് ഓഫ് ഹാപ്പിനെസ്. സന്തോഷത്തിൻ്റെതായ തുറന്ന ലോകത്തേക്ക് നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കി വിടുകയാണ്, അല്ലേ, സ്വതന്ത്രമാക്കി വിടുകയാണ്. അൺനോൺ പീപ്പിൾ ആർ ദർ ടു ഹെൽപ്പ് യു. നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങളെ സഹായിക്കാൻ അറിയപ്പെടാത്ത, നിങ്ങൾക്കറിയാത്ത ആളുകൾ, അൺഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അത് നമ്മുടെ ജീവിതത്തെയും ഒരുപാട് മാറ്റാറുണ്ട്. കാരണം നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് വി വിൽ ഹാവ് ദ ടെൻഡൻസി ടു ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സുകൂടി നമുക്ക് വന്നു ചേരും. ന്യൂ എക്സ്പീരിയൻസസ് ആർ ദർ ടു ടീച്ച് യു. പുതിയ പുതിയ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു അവിടെ. ഈച്ച് ജേർണി ഗീവ്സ് എസ് എ ന്യൂ ലെസൺ. ഓരോ യാത്രയും നമുക്ക് പുതിയ പുതിയ പാഠങ്ങൾ നൽകുന്നു. ഇറ്റ് ഡിമോളിഷസ്, ഇല്ലാതാക്കുന്നു അത്. എന്ത്? എനി വാൾസ് ആൻഡ് ബ്രിക്സ്, ഈവൻ ഇഫ് യു ആർ വിസിറ്റിംഗ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ തരം ചുമരുകളെയും കെട്ടുപാടുകളെയും, ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടിക എന്നാണല്ലോ, അതിനെയെല്ലാം ഇല്ലാതാക്കാൻ, മനസ്സിൻ്റെ അതിർവരമ്പുകളെയെല്ലാം ഇല്ലാതാക്കാൻ, അഥവാ നിങ്ങളൊരു ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയാണ് സന്ദർശിക്കുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സെന്താണ്? സംഭവം ചൈന വൻമതിലിനെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പക്ഷേ നിങ്ങളുടെ മനസ്സുകൾ ഒരിക്കലും മതിലിനാൽ ചുറ്റപ്പെട്ടതായിരിക്കുകയില്ല, അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെട്ടതായിരിക്കുകയില്ല. യുവർ മൈൻഡ് ബിക്കം ബൗണ്ട്ലെസ്. ഇഫ് യു തിങ്ക് ഓഫ് എ മൊമെൻറ്റ് വെൻ ഓൾ അവർ സെൻസസ് അറ്റ് വർക്ക്, engaged in absorbing the beauty and soul of surroundings, you will definitely go to a happy trip you have experienced. If you think of a moment, നിങ്ങളൊരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, when all your senses at work, നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ, engaged in absorbing the beauty and soul of surroundings, ചുറ്റുപാടുകളുടെ സൗന്ദര്യവും അതിൻ്റെ ആത്മാവും നിങ്ങളുടെ മനസ്സിലേക്ക് അബ്സോർബ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ എൻഗേജ്ഡ് ആക്കി വെക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, യു വിൽ ഡെഫിനറ്റ്ലി ഗോ ടു എ ഹാപ്പി ട്രിപ്പ്. നിങ്ങളുടെ മനസ്സ് പോവുക തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായ യാത്രയിലേക്കായിരിക്കും. നിങ്ങൾ അനുഭവിച്ച ആ സന്തോഷകരമായ യാത്രയിലേക്ക് നിങ്ങളറിയാതെ എത്തപ്പെടും. സംതിങ് ഈസ് ദർ ദാറ്റ് അവേക്സ് അവർ ക്രിയേറ്റിവിറ്റി. ഓരോ യാത്രയിലും എന്തോ ഒന്നുണ്ട്. ദാറ്റ് അവേക്സ്, നമ്മളെ ഉണർത്തുന്നത്, അവർ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ക്രിയാത്മകതയെ ഉണർത്തുന്ന എന്തോ ഒരു കാര്യം. ആൻഡ് പുൾസ് അസ് ടു എ പോസിറ്റീവ് വൈബ്. പോസിറ്റീവ് വൈബിലേക്ക് തള്ളിവിടാൻ ഓരോ യാത്രകൾക്കും കഴിയുന്നുണ്ട്. സംടൈംസ് ഈസ് ദ ജേർണി ദാറ്റ് ടീച്ചസ് യു എ ലോട്ട് അബൌട്ട് യുവർ ഡെസ്റ്റിനേഷൻ. ഒരു കോട്ടിംഗ് ആണ് അല്ലേ. ചില സമയത്ത് ഒരു യാത്രയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനെക്കുറിച്ച്? നമ്മുടെ ഡെസ്റ്റിനേഷനെക്കുറിച്ച്. നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് പഠിപ്പിക്കുന്നത് മിക്കപ്പോഴും ഒരു യാത്രയായിരിക്കും എന്നാണ്. ഓക്കെ, ഒരു ജനറൽ എസ്സേയാണ്, അതിൻ്റെ ഒരു മോഡലാണ്. ഇനി അതിൻ്റെ ഒരു ആക്ടിവിറ്റി 4 എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു പ്രൊഫൈൽ റൈറ്റിംഗ്, ബയോഗ്രഫി റൈറ്റിംഗ് തന്നെയാണ്. അതായത് കുറച്ച് പോയിൻറ്റ്സ്, ഓരോ മഹത് വ്യക്തികളുടെയും ചില ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ പോയിൻ്റായിട്ട് തരും. നമ്മളതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. വി ആർ ഫെമിലർ വിത്ത് ദ നെയിംസ് ഓഫ് ഗ്രേറ്റ് മൗണ്ടനേഴ്സ് ലൈക്ക് ടെൻസിങ് ആൻഡ് ഹിലാരി. ടെൻസിനെ കുറിച്ചും ഹിലാരിയെ കുറിച്ചും നമുക്കറിയാം. അവർ മൗണ്ടനേഴ്സ് ആണല്ലേ, വലിയ പർവ്വതാരോഹകരാണ്. ഹു കോൺകർഡ് മൗണ്ട് എവറസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അവർ രണ്ടുപേരും എവറസ്റ്റ് കീഴടക്കിയവരാണ്. അതുപോലെ തന്നെ വാലന്റിന തെരഷ്കോവയുണ്ട്, ഫസ്റ്റ് വുമൺ കോസ്മോനട്ട്, ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആദ്യം ഹിലാരിയുടെ ഉണ്ട്, രണ്ടാമതായിട്ട് വാലന്റിന തെരഷ്കോവയുടെ ഉണ്ട്. ഓരോ പോയിൻറ്റും എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിരുന്നത് ഒന്ന് നോക്കാം. എഡ്മൻ ഹിലാരിയുടെ നോക്കാം. ബോൺ ഓൺ ജൂലൈ 20, 1919 in Auckland, New Zealand. Mother Gertrude, Father Percival Hillary. ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് മിക്കപ്പോഴും എഴുതേണ്ടത് ബോൺ എന്ന് വെച്ചിട്ട് തന്നെയായിരിക്കും അല്ലേ. ഫസ്റ്റ് സെൻറ്റൻസ് എപ്പോഴും റെഫർ ചെയ്യുക ബർത്തിനെ കുറിച്ചായിരിക്കും. ഇപ്പോൾ നമ്മൾ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് ആദ്യമായിട്ട് ആരുടെയാണോ പ്രൊഫൈൽ എഴുതുന്നത് അവരുടെ ടൈറ്റിൽ നമ്മൾ എഴുതി വയ്ക്കുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. എഡ്മൺ ഹിലരി വാസ് ബോൺ ഓൺ. അവിടെ ഡേറ്റ് ഉണ്ടെങ്കിൽ അവിടെ ജൂലൈ 20 എന്ന് കാണാം അല്ലേ. 20th ജൂലൈ ആണ്. അപ്പോൾ 20 എന്നുള്ള ഡേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഡേറ്റ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബോൺ ഓൺ എന്ന് തന്നെ വെക്കണം കേട്ടോ, ഇന്നെന്നല്ല. ഇനി അഥവാ മാസമോ വർഷമോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ, അതായത് ഡേറ്റ് ഇല്ലെങ്കിൽ, ഇപ്പോൾ അവിടെ 20 എന്നുള്ള ഡേറ്റില്ല, ജൂലൈ 1919 എന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മളവിടെ ഇന്നെന്ന് ചേർക്കണം. അഥവാ ഡേറ്റ് ഉണ്ടെങ്കിൽ ഓണെന്ന് ചേർക്കണം.
അപ്പോൾ നമ്മൾ പേരെഴുതി. ഹി വാസ് ബോൺ ഓൺ അല്ലേ, ഹി വാസ് ബോൺ ഓൺ ജൂലൈ 20, 1919. ചിലപ്പോൾ മുകളിൽ ബോൺ എന്നൊന്നും ആയിരിക്കില്ല തന്നിട്ടുണ്ടാവുക, ബേർത്ത് നിന്നായിരിക്കും. ബേർത്ത് നിന്നിട്ടതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ഡേറ്റും വർഷമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ബേർത്ത് നിന്നാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് താഴെ ബോൺ ഓൺ എന്ന് മാറ്റിയിട്ട് എഴുതണം. ഇനി മദറും ഫാദറും ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, ഹിസ് മദർ വാസ് ജെർട്രൂഡ് എന്ന് എഴുതാം, ഹിസ് ഫാദർ വാസ് പെർസിവൽ ഹിലാരി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ രണ്ടും കൂടെ കൂടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്, ഹിസ് പാരൻസ് വേർ മിസ്സിസ് ജെർട്രൂഡ് ആൻഡ് മിസ്സിസ് പെർസിവൽ ഹിലാരി. അടുത്ത പോയിന്റ്, വിത്ത് ടെൻസിങ് നോർഗെ ഹി ബിക്കം ഫസ്റ്റ് ക്ലൈംബേഴ്സ് ഓഫ് സമ്മിറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ്. അടുത്ത പോയിന്റ് ഇതായിരുന്നു, ടെൻസിങ്ങിനോട് കൂടി ആദ്യം മൗണ്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ക്ലൈംബർ ആണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളതിന് എങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതി, ഹി എലോങ് വിത്ത് ടെൻസിങ് ബിക്കെയിം ദ ഫസ്റ്റ് ക്ലൈംബർ ഹു കോൺകേർഡ് സമ്മിറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ്. നെക്സ്റ്റ് അവിടെ അത്ലീറ്റ്, എക്സ്പ്ലോറർ, ഫിലാന്ത്രോഫിസ്റ്റ് എന്നൊക്കെ കാണാം. അതായത് അദ്ദേഹം ഒരു അത്ലറ്റ് ആയിരുന്നു, എക്സ്പ്ലോറർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾ, ഒരു മനുഷ്യസ്നേഹി എന്ന നിലകളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മളതിനെ ഒന്ന് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതി അല്ലേ. ഹി വാസ് ഓൾസോ ഫേമസ് ആസ് ആൻ അത്ലീറ്റ്, ഫിലാന്ത്രോപ്പിസ്റ്റ്, ഒരു മനുഷ്യസ്നേഹി ആൻഡ് എക്സ്പ്ലോറർ. അടുത്ത അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ എവിടെ വെച്ചായിരുന്നു? ഓക്ലൻഡ് ഗ്രാമർ സ്കൂൾ എന്ന് കാണാം. അപ്പോൾ നമ്മളെങ്ങനെ എഴുതിയത്, ഹി ഹാഡ് ഹിസ് പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലേ. ഹി ഹാഡ് ഹിസ് പ്രൈമറി എഡ്യൂക്കേഷൻ, അദ്ദേഹം പ്രൈമറി എഡ്യൂക്കേഷൻ നേടിയത്, ഹി ഹാഡ് ഹിസ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രം ഓക്ലൻഡ് ഗ്രാമർ സ്കൂൾ. പിന്നീട് അദ്ദേഹം കോളേജ് എഡ്യൂക്കേഷന് പോയി ഞങ്ങളുടെ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്. പിന്നീട് എന്നുള്ളത് ലേറ്റർ എന്ന് പറയാം. ലേറ്റർ ഹി വെന്റ് ടു യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ് ആൻഡ് കംപ്ലീറ്റഡ് ഹിസ് കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ. പിന്നെ അടുത്ത് പറയേണ്ടത് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എക്സ്പെഡീഷൻസ് ടു ദ സൗത്ത് പോൾ. ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള എക്സ്പെഡീഷനിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, ഹി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ എക്സ്പെഡീഷൻസ് ടു സൗത്ത് പോൾ എന്ന് എഴുതാം. അതല്ലെങ്കിലോ ഹിസ് സ്പിരിറ്റ് ഇൻ എക്സ്പെഡീഷൻസ് മെയ്ഡ് ഹിം പാർട്ടിസിപ്പേറ്റ് ഇൻ സൗത്ത് പോൾ എക്സ്പെഡീഷൻ. അദ്ദേഹത്തിന് ഇതൊന്നുകൂടി ആലങ്കാരികമായിട്ട് എഴുതിയെന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് എഴുതിയാലും മതി, ഹി പാർട്ടിസിപ്പേറ്റഡ് ഇൻ എക്സ്പെഡീഷൻസ് എന്ന് എഴുതിയാലും മതി കേട്ടോ. അത് അദ്ദേഹത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചു എന്നാണ്, മെയ്ഡ് ഹിം പാർട്ടിസിപ്പേറ്റ് അല്ലേ. അദ്ദേഹത്തിന് ആ യാത്രകളിലുള്ള ഇഷ്ടം കാരണം, സ്പിരിറ്റ് കാരണം, ആ സ്പിരിറ്റ് അദ്ദേഹത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു. എന്തിലേക്ക്? ഇൻ സൗത്ത് പോൾ എക്സ്പെഡിഷൻസ്. അങ്ങനെ അദ്ദേഹം മരിക്കുന്നത് 2008 ജനുവരിയാണ്. നമ്മളെങ്ങനെ എഴുതിയ, മരിക്കുക എന്നുള്ളതിന് ഡൈഡിന് പകരമായിട്ട് പാസ്ഡ് എവേ എന്നും എഴുതാം. ഹി പാസ്ഡ് എവേ ഇൻ ജാനുവരി 2008. ഓക്കെ, ഇതുപോലെ നമ്മുടെ വാലന്റീന തെരഷ്കോവയുടെയും ഒരു പ്രൊഫൈൽ ഇവിടെ ഉണ്ട്, ഒന്ന് നോക്കി മനസ്സിലാക്കിക്കോളൂ. Okay, can meet you again. Thank you for listening.